കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിനെ ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളൊക്കെ തമ്പുരാനോട് പറയുക. ഇതൊരു സ്വകാര്യ നിമിഷമായിട്ട് മാറട്ടെ. നീയും നിന്റെ ഈശോയും മാത്രം. നമ്മളെ സ്നേഹിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ജീവിതങ്ങളുമായി നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും, പങ്കുവയ്ക്കാൻ തുടങ്ങും. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളും ഹൃദയത്തിൻ്റെ വേദനകളും ആരോടും പറഞ്ഞിട്ടില്ലാത്തതും പങ്കുവെച്ചിട്ടില്ലാത്തതുമായ നേരുന്ന നൊമ്പരങ്ങൾ എല്ലാം നമ്മൾ പറയാൻ തുടങ്ങും, പങ്കുവയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു സ്വകാര്യ നിമിഷമായിട്ട് ഈ നിമിഷം മാറട്ടെ. നീ നിന്റെ ഈശോയും മാത്രം. നിന്നെ കേൾക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ ചാരെ. നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ കർത്താവില്ലേ, നിന്റെ കണ്ണെത്തും ദൂരത്ത് നിന്റെ കർത്താവില്ലേ. നീ വിളിച്ചാൽ നിന്റെ വിളി കേൾക്കുന്ന ദൂരത്തല്ലേ നിന്റെ കർത്താവ് ഇപ്പോൾ. അതുകൊണ്ട് നിന്റെ സങ്കടങ്ങളെ ഈശോയോട് പറ, നിന്റെ വേദനകൾ ഈശോയുടെ മുമ്പിൽ ഇറക്കി വെക്കേ. മോനെ, നീ എന്തിനെ കുറിച്ചാ ഇത്രമാത്രം ഭാരപ്പെടുന്നേ? എന്താ നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങള്? എന്തൊക്കെയാണ് നിന്റെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകള്? ഓരോന്ന് ഈശോയുടെ അടുത്തൊന്ന് പറഞ്ഞേ. ഉള്ളു തുറക്ക്, ഹൃദയം തുറക്ക്, ജീവിത ഭാരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ചില ജീവിതത്തിന്റെ ഭാരങ്ങൾ നമുക്ക് വഹിക്കാവുന്നതിനപ്പുറമായിരിക്കും. ഒരു പരിധി കഴിയുമ്പോ നമുക്ക് പിന്നെ ചുമക്കാൻ പറ്റില്ല. ഇതിന്റെ ഭാരം കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മുടെ ചുമടിന്റെ ഭാരം അമിതമാണെന്നും ചുമക്കാൻ പറ്റാത്തതാണെന്നും തോന്നുന്ന സമയങ്ങൾക്ക് മുമ്പേ നിന്റെ ഭാരം നീ ഇറക്കി വെക്കേ. കർത്താവെങ്കിൽ ഇറക്കി വെക്കേ. ഉടനെ കർത്താവ് പറഞ്ഞത്, ഭാരം വഹിക്കുന്നവരും അധ്വാനിക്കുന്നവരും എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഇത് കർത്താവ് ചുമ്മാ പറഞ്ഞതാണോ? അല്ലല്ലോ. പറഞ്ഞ ദൈവമല്ലേ, അത് സത്യമല്ലേ, നിത്യസത്യമല്ലേ അത്. ഉണ്ട്. ഈശോ തന്നെയാ പറഞ്ഞത്, നിങ്ങൾ അധ്വാനിക്കുന്നവരാണോ, നിങ്ങൾ ഭാരം വഹിക്കുന്നവരാണോ, എൻ്റെ അടുക്കലേക്ക് വാ. പ്രായം ഒരു പ്രശ്നമല്ല. ജീവിതത്തിന്റെ ഭാരത്തിന്റെ കാഠിന്യം എത്ര വലുതാകട്ടെ, ഇതൊന്നും കർത്താവിനൊരു പ്രശ്നമല്ല. കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. എന്തിനാ? കർത്താവിന്റെ അടുത്തേക്ക് ആ ഭാരം കർത്താവ് എടുത്തുകൊള്ളും. ഭാരങ്ങൾ ഇറക്കി വെച്ചെന്ന് പ്രാർത്ഥിച്ചേ. സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ചെന്ന് പ്രാർത്ഥിച്ചേ. കണ്ണുനീരിന്റെ കാരണങ്ങളെ കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളില്ലേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന ജീവിതത്തിന്റെ വേളകളും അനുഭവങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാന്റെ കരങ്ങളിലേക്ക് അനുഭവങ്ങളെ സമർപ്പിച്ചിട്ട് പറ, തമ്പുരാനെ, ഒന്നും മനസ്സിലാകുന്നില്ല, നീ എന്നെ സഹായിക്കണമേ. അവിടെയാണ് ആ ഭാരം നമ്മൾ കർത്താവിൽ ഇറക്കി വെച്ചു എന്ന് പറയാൻ പറ്റും. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ. നിന്നെ കാണുന്ന തമ്പുരാൻ യൽത്താരയിലുണ്ട്. നിന്റെ ജീവിതം ഏറ്റവും സുന്ദരമായിരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കാൻ അറിയുന്ന ഒരു കർത്താവ്. നീ ജീവിതത്തിൽ ഒരിക്കലും തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. നിന്റെ ജീവിതം പാപത്തിന് അടിയറ വെക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്.
നിനക്ക് ആത്മനാശം സംഭവിക്കരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇയാൾ ധാരയിലുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൻ. കാൽവരി കുരിശിൽ ആ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ പങ്കുവെച്ച് തന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട്. ആ സ്നേഹത്തിലേക്ക് നിന്റെ സങ്കടങ്ങളെ ഇറക്കി വെക്കുക. ആ വാത്സല്യ സാന്നിധ്യത്തിൽ നിന്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുക. ഈശോയെ, എന്നെ നീ സഹായിക്കാൻ പറ. എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും നീ ഏറ്റെടുത്ത് എൻ്റെ കൂടെ നിൽക്കാൻ പറ. എൻ്റെ ചാര നിൽക്കാൻ പറ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെല്ലാം സ്തുതിപ്പുകളായി ദൈവസന്നിധിയിലേക്ക് വരട്ടെ. നിന്റെ ഹൃദയ തുടിപ്പുകൾ ദൈവാരാധനയായിട്ട് ഈ നിമിഷങ്ങളിൽ മാറട്ടെ. താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അങ്ങേക്ക് ആരാധന, 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 ആരാധന. ഈശോയേ ആരാധന, ആരാധന. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലി. ആമേൻ. എൻ്റെ നാഥനല്ലി ഈശോ. എൻ്റെ ഈശോയേ, തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലി ഈശോ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലി എൻ്റെ നാഥനല്ലി ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലി ഈശോ. എൻ മുഖം വാടുമ്പോൾ എൻ മനം നീറുമ്പോൾ എൻ്റെ ചാരത്തു ചേരുന്ന സാന്ത്വനമായി കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലി എൻ്റെ നാഥനല്ലി ഈശോ. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. ആമേൻ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലി എൻ്റെ നാഥനല്ലി ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും ആമേൻ. സ്നേഹനാഥനല്ലി
സ്നേഹനാഥനല്ലേ ഈശോ. പകയാലിൻ മനം നീറിടുമ്പോൾ ക്ഷമയായി വന്നിടുന്നു. പിഴകൾ ഞാനേറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിടുന്നു. തൻ്റെ അനുഗ്രഹത്തിൻ തിരുക്കരങ്ങളവൻ എൻ്റെ ശിരസിൽ ചേർത്തിടുന്നു. തൻ്റെ അനുഗ്രഹത്തിൻ തിരുക്കരങ്ങളവൻ എൻ്റെ ശിരസിൽ ചേർത്തിടുന്നു. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് ആർക്കെല്ലാം വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ പ്രത്യേകം ദൈവത്തിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കുക. ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന.